അതിനകത്ത് ഫില്ല് ചെയ്യാത്ത ഓരോ കാര്യങ്ങളും ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരെങ്ങനെയാണ് ആ നയിക്കുന്ന പോയിന്റ് എങ്ങനെയാണ്, തിരിച്ചു വന്ന പോയിന്റ് എങ്ങനെയാണ്, അത് ഹെവി ഇമോഷനാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഷർഫ് ഇവരുടെ ലൈഫിലേക്ക് കയറി വരുന്ന ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിന് മുൻപും പിൻപും ഉള്ള കഥകളുണ്ട്. എന്തുകൊണ്ട് പോയില്ല, ഇവർ എത്ര നാള് ഇവിടെ നിന്നിരിക്കുന്നു, ബഹോടകൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം, ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം, അങ്ങനെ അഡ്രസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പടത്തിന് ഇനഫ് ആയിരുന്നു എന്ന് നമുക്കൊരു കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ്. ഇല്ല, എളുപ്പമായി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിലിരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ആക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക്. അത്ര പഴയ തലമുറയും പുതിയ തലമുറയുടെയും ഒക്കെ ഒരു സങ്കര സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ സങ്കര ഇനം പശു എന്നൊക്കെ പറയും പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഹലോമി 2 മമ്മി ഉണ്ടോ? കിട്ടിക്കഴിഞ്ഞു, അതെനിക്കുണ്ട്. അതിനപ്പുറത്തേക്ക് കിട്ടും. അതെ, ഒരു ക്വസ്റ്റ്യൻ അയ്യോ അല്ല, ആക്ച്വലി ബോളിവുഡിലെ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ളത് ഇതുപോലത്തെ. അപ്പൊ ഈ അക്ഷയ് കുമാർ പോലത്തെ ആർട്ടിസ്റ്റും നമ്മുടെ റിതേഷ് ദേശ്മുഖ് അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനത്തെ കുറെ ഹ്യൂമർ കോമഡി അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, മീൻസ് ഹൊറർ ആയിട്ടുള്ള. അപ്പൊ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? മീൻസ് ഒരു ബോളിവുഡ് ടച്ച് കിട്ടാൻ വേണ്ടി കഥ എഴുതിയപ്പോ റൈറ്ററിനോടാ? നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മൾ കണ്ടു പരിചയം ഇല്ലാത്ത ഒരു സാധനം കൊണ്ടുവരണം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആക്ടർ സണ്ണി ഹിന്ദിച്ച പോലുള്ള റെയിൽവേമാനൊക്കെ ചെയ്ത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ അതിന് വലിയ കാര്യം ഉണ്ടായി. അയാൾ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ആ ക്യാരക്ടർ അത്രയും എന്താ പറയാ അതുപോലത്തെ വിഷ്വൽസ്. ഇപ്പം എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് പറയുന്ന കാര്യമാണ് സി ജി പിക്ടോറിയൽ എന്ന് പറയുന്ന ഇടപെടലില്ല, ഷാർഫ് ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇത്ര ക്ലാരിറ്റിയോട് കൂടി ഇത്ര കോൺഫിഡന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു 3 സീനിന്റെ കട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ കോൺഫിഡന്റ് ആവുകയും തുടർന്ന് എന്താ പറയുന്നത് കൈവിട്ട് കളിച്ചോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ബോളിവുഡ് ടച്ച് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. ഷാർഫിക്കടുത്ത് ചോദിക്കാനാണ്, അടുത്തൊരു റിതേഷ് ദേശ്മുഖ് ആകാൻ ചാൻസ് ഉണ്ടോ? റിതേഷ് ദേശ്മുഖ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. അദ്ദേഹം പടങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ബട്ട് നല്ല ഹ്യൂമർ ആയിട്ടുള്ളതും അദ്ദേഹത്തിന്റെ ഒരു ജോണറൊക്കെ എനിക്ക് അതിനേക്കാളും ഭയങ്കര വർക്കായിട്ട് തോന്നിയത് സ്ട്രീറ്റ് ടൂറിലെ രാജ്കുമാർ റാവിന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി ഇപ്പൊ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ്. ഈ ബോളിവുഡ് ടച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ബോളിവുഡ് നമ്മുടെ ആണെന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി അല്ലേ. അപ്പോ ഇവിടുന്ന് പോയതാണ് എല്ലാ പരിപാടിയും. അപ്പൊ അതുപോലെ ഈ എന്റെ രൂപത്തിലാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഐഡിയ ആക്ച്വലി നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഈ ഒരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ, ഈ ഒരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ആ സിറ്റുവേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതില് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഒരു ബോളിവുഡ് ലെവൽ വന്നു നമ്മൾ അതുകൊണ്ടാണ് ചോദിച്ചത്. ഓ അപ്പൊ നോർത്ത് ഇന്ത്യയിലായിരിക്കും ന്യൂസ് വരുന്നതല്ലേ? ഇവിടെ തന്നെ കരിമുകൾ അമ്പലങ്ങളും തൃപ്പൂണിത്തുറ പോയാൽ മതി. ഹലോമി 2 എന്നും ഒരു പ്ലാൻ ഉണ്ട്. മമ്മി റിട്ടേൺസ്. അതെ, ഹലോ മമ്മി 2 ആണ് ഈസി ആയിട്ട് നമ്മള്
ഒരു വർക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനുണ്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി അവർ തന്നിട്ടുണ്ട്. എല്ലാം ഒരു വലിയ അതെ ഇല്ല, ഞാൻ പുറത്തുനിന്ന് ആളുണ്ടായിരുന്ന ചേട്ടാ ഇന്ന് ഞാൻ ഇറങ്ങിക്കാറല്ല, പടം ഫുള്ള് ഞാൻ ഏറാണ്. ഇനി പടം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു വലിയ പ്ലാൻ ഇവര് വേറെ ഒരു പ്ലാനൊക്കെ പറയണ്ടായിരുന്നു അച്ഛന്. പക്ഷെ എനിക്ക് അതൊന്നും റിവീൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് അത്രേ ഉള്ളൂ. പോസ്റ്റ് പ്രൊഡക്ഷൻ ഏകദേശം പ്രഡിക്ഷൻ ഉണ്ടാവും. അതിപ്പോ എങ്ങനെയൊക്കെ ഒരു വൈറ്റ് ഷോട്ട് കിട്ടുമ്പോൾ അവിടെ ഒരു ഷാഡോ ഓഫ് മൂവ് അങ്ങനെ സ്ഥിരം ഉണ്ടാവും. അത് ബ്രേക്ക് ചെയ്യാന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. എത്രത്തോളം ഇഫക്റ്റ് ആയിരുന്നു എന്നോട് ഷാഡോ പോലെ കാണിക്കുക, ഉറപ്പടത്തിൽ കാണിക്കും. ഏകദേശം ഒരു പ്രഡിക്ഷൻ ഉണ്ടാവും. ഇന്ന ഷോട്ടിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന മൂവ്മെന്റ് അവിടെ വന്നിരിക്കും, അവിടെ ഒരു ഗോസ്റ്റ് വന്നിരിക്കും. ഒരു സ്ക്രീനിലാണ് ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു ഇത് ഫീലിംഗ് ആണ്. അത് ബ്രേക്ക് ചെയ്യണമെന്നൊരു ഇത് ബ്രേക്ക് ചെയ്താൽ എനിക്ക് ഫീൽ ചെയ്യും പല സ്ഥലത്ത്. അതെത്രത്തോളം ഹാർഡ് വർക്ക് ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഹൊറർ എലിമെന്റ് ഒരുപാട് കയറ്റി വെക്കണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഒന്നാമതിനകത്ത് മമ്മിയാണ്. എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 തവണയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളോട് യൂസ് ടു ആവും. പിന്നെ നമുക്കറിയാം, നമ്മൾ പണ്ട് കണ്ട സിനിമകളിലെല്ലാം നമുക്കറിയാൻ വരും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വരാനുണ്ട്, അല്ലെങ്കിൽ ഒരു ജംപ് സ്കെയർ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ അത് ഒബ്വിയസ്ലി ഞങ്ങളത് കുറച്ച് ഒഴിവാക്കിയത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് ഈ ഫണ്ട് കയറി വരണം. പിന്നെ ഒരു വൺ മാൻ ഷോ ഇതിനകത്ത് ഒരു സമയം വരെ കളിക്കുന്നുണ്ട്. ആ വൺ മാൻ ഷോയ്ക്ക് ആ ആൾക്ക് ഇന്ന ആളെ അറിയാമെങ്കിൽ പിന്നെ ആ പേടിയല്ല, പിന്നെ വേറെ തരത്തിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അത്ര ഞങ്ങൾ കുറെ ഒഴിവാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഹൊററിനെ. ഈ ബിന്ദു പണിക്കറിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അത് ആരാണ് ബിന്ദു പണിക്കർ തന്നെ ഇത് ചെയ്യാമെന്നൊരു തീരുമാനം? വേറൊരു ചോയ്സ് ഞങ്ങൾ എടുത്തിട്ടില്ല. ബിന്ദു ചേച്ചി മതി ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചത്. ബിന്ദു ചേച്ചി എന്താ ചെയ്യണം? ബിന്ദു ചേച്ചി ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്തു. ബിന്ദു ചേച്ചിക്ക് ഭയങ്കര ഇത് നല്ല കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമുക്ക് അറിയാം ചേച്ചി അത് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത പോലെ എനിക്ക് ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഉള്ള ചെറിയ അല്ലേ ആക്ഷൻ പറയുന്നില്ല. വലിയ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എത്ര ആൾക്കുണ്ട്? കാരണം ഞാൻ പറഞ്ഞ CGI ഷോട്ട്സ് ഒക്കെ ടോപ്പ് ക്ലാസ് ആയിട്ട് ഫീൽ ചെയ്ത്. കാരണം എല്ലാ സീനിലും ഒരു സീനിലും പോയി നമുക്ക് ഇതായിട്ട് തോന്നിയില്ല. കാരണം VFX ഒക്കെ ടോപ്പ് ആയിരുന്നു. എത്ര നാളെടുത്തു ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്? പോസ്റ്റ് പ്രൊഡക്ഷൻ ഞങ്ങൾ ഏറ്റവും നല്ല സമയം കൊടുത്തത് VFX തന്നെയാണ്. VFX നല്ല സമയം കൊടുത്തിട്ടുണ്ട്. കാരണം അവരൊന്നാമത് ഇതിനകത്ത് നമ്മുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സിൽ രാഹുൽ എസ്, നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറിന്, പുള്ളി ഓൾറെഡി VFXൽ അഗ്രഗണ്യാണ്. അപ്പൊ പുള്ളിയുടെ നിർദ്ദേശപ്രകാരം ഒരു ടീം നമ്മുടെ കൂടെ ഷൂട്ടിലുണ്ടായിരുന്നു. അപ്പം അവരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും, നമുക്ക് ചുമ്മാ ഇന്ററാക്ഷൻസ് ഒന്നും അങ്ങനെ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ററാക്ഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ ഇന്ററാക്ഷൻസ് എല്ലാം ഇവരെ വെച്ചാണ് പല കാര്യങ്ങൾ. ക്ലൈമാക്സ് ഹോൾ ക്രൂ അവിടെ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ എങ്ങനെ വേണ്ട CGയിൽ ഒരാൾക്കും ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത CG അവർ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ആലോചിക്കുന്നത്? അമ്മ പൊതുവെ വളരെ നല്ലതായതുകൊണ്ടാണോ? ബോഡിയുടെ എല്ലാ ശീലക്കേടുകളും ആദ്യം കണ്ട അമ്മയ്ക്ക് മറ്റമ്മയോട് പ്രശ്നം കൊണ്ടാണോ? സ്ത്രീകളോട് ഒന്നാമത്തെ കാര്യം, മരുമോള് ഒരു ദിവസം പോലും എന്റെ കയ്യിൽ ഇല്ലല്ലോ. മരുമോള് സേഫ് ആണല്ലോ. അപ്പൊ മകൾ സേഫ് ആയതുകൊണ്ട് പിന്നെന്തിനാണ് ഇവരെ ഉപദ്രവിക്കുന്നു എന്നുള്ളതായിരിക്കാം. അപ്പം അതുകൊണ്ടാവണം എന്റെ അടുത്ത് അങ്ങനെ വലിയ പ്രശ്നമില്ലാത്തത്. അല്ല, ആക്ച്വലി ആദ്യം മമ്മീന്റെ അടുത്ത് ചെറുതായിട്ട് ഞാൻ സ്പെഷ്യൽ റിക്വസ്റ്റ് വെച്ചു, എന്റെ മമ്മീനെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ പാടാതെ. അങ്ങനെ സത്യമായിട്ടും ആദ്യം അല്ലെങ്കിൽ റോപ്പിക്കാരൻ്റെ വന്നേനെ ഇല്ല. പക്ഷെ എന്താ പറയാ, അത് ഒരു ഫെമിനിസ്റ്റ് മമ്മിയാണെന്ന് നമുക്ക് പറയാം അല്ലെ? അല്ലെ, ഈ പടത്തില് കട്ടയ്ക്ക് പിടിച്ചുകൊണ്ട് അഭിനയിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? പിടിച്ച കട്ടുള്ള
ഇതിനു മുമ്പ് ഇന്ത്യക്കാക്ക എന്ന് പറഞ്ഞ മൂവി ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയ്ക്ക് മുമ്പിലുള്ളതിനേക്കാൾ നല്ല റാപ്പ് ക്യാമറയ്ക്ക് പുറകിലുള്ളത് കൊണ്ട് ഒരു സംഭവം സീൻ ഇംപ്രവൈസ് ചെയ്യാനാണെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഷർഫൊക്കെ പൊളിയാണ്. ഈ പറഞ്ഞതിനോട് ചോദിക്കുകയാണ്, ഈ ഷർഫുദ്ദീന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞത് നമുക്ക് പിടിതരാത്തൊരു ക്യാരക്ടറാണ്. നേരിട്ട് കണ്ട തഗ് അടിച്ച് കയറ്റുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സിനിമയിലായാലും ഭരതന് നല്ല രീതിയിൽ വില്ലൻ കഥാപാത്രം ചെയ്ത് ഒരു വൃത്തി കെട്ടാന്നുള്ള രീതിയിൽ പക്ഷെ കോമഡി ചെയ്യുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എങ്ങനെയാണ് ഷറഫുദ്ദീൻ രണ്ട് ആംഗിൾ കാണുന്നത്? നിങ്ങൾ ഈ കണ്ട രണ്ടാളും അല്ല ഷറഫുദ്ദീൻ ഇല്ലില്ല. ആസ് എൻ ആക്ടർ എനിക്ക് ഒരു കോ ആക്ടറിന്റെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി, കംഫർട്ടബിൾ ആയിട്ട് വെക്കുക, നമുക്ക് ഡയറക്ടർ പറയുന്നതിനോട് ഫൈനൽ പ്രിഫറൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷർഫയ്ക്കൊക്കെ ഉണ്ട്. അതെനിക്ക് ഭരതൻ മുതൽ അറിയാവുന്നതാണ്. അതുകൊണ്ട് ക്യാരക്ടർ എന്താണ് എന്നുള്ളത് എനിക്ക് വിഷയമല്ല, എന്റെ വർക്കിംഗ് കംഫർട്ടാണ്. ഈ പ്രേമം സിനിമയിലൊരു അറബി ഡയലോഗ് ഉണ്ട്, അത് എങ്ങനെയാ പറഞ്ഞതെന്ന് അറിയില്ല. അതുപോലെ തന്നെ ജഗതി ചേട്ടന്റെ ചില കോമഡി ഒക്കെ കാണാൻ കൈ നിറുന്നൊരു സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സിനിമയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ജീവിതത്തിൽ സിനിമയില് ഇത്തരം കാര്യങ്ങൾ കൈ നിർത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലുള്ള ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഈ പ്രേമത്തിൽ ഡയലോഗ് അത്തരത്തിൽ വന്നതാണോ? അതെ, അല്ല പ്രേമത്തിലെ ഡയലോഗ് ഈ പറഞ്ഞ പോലെ അത് പെട്ടെന്നൊരു മാറ്റം വന്നതാണ്. ആ സമയത്ത് വന്ന മാറ്റവും അത് നമുക്ക് ടെൻഷനോട് കൂടി തന്നെയാണ്. അപ്പൊ നമ്മൾ കുറെ സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് വർക്കാണ്, ഇപ്പോഴത്തെ ടോൺ അതാണ്, ഇത് വർക്കാണ്. അന്ന് അതിനുള്ള കോൺഫിഡൻസും ഇല്ല, ഇതൊന്നുമില്ല. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് എല്ലാവരും ചോദിച്ച് ഇത് ഇങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ധാരണയിലേക്ക് വന്നത് അറബി ഡയലോഗിലേക്കൊക്കെ എത്തിയതാണ്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടമായത് കാരണം കൊണ്ട് അത് ഓക്കെ. ഷറഫുദ്ദീൻ തുടക്കകാലത്ത് ഒരു സിനിമയിലത്തെ ഷറഫുദ്ദീന്റെ തമാശകൾക്ക് വലിയ വിമർശനമൊക്കെ നേരിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം അങ്ങനത്തെ സിനിമകൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റെസ്പോൺസിബിൾ ആണോ ഒരു തമാശ ഡയലോഗ് പറയുമ്പോ അത് എന്തായാലും എന്റെ പൊളിറ്റിക്കൽ എഫക്ട് ചെയ്യുന്ന? അല്ലെ, ഞാൻ ആ സിനിമ അങ്ങനത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തൊരു 4-5 ഡയലോഗുകളോട് എനിക്ക് ഇപ്പൊ നോക്കുമ്പോ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ വിയോജിപ്പുണ്ട്. ഇപ്പൊ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ള ശരിക്കും പറഞ്ഞാൽ അഡൽട്ട് ഹ്യൂമർ അല്ലെങ്കിൽ അഡൽട്ട് കോമഡി, അതിനോട് എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് അത് ഞാൻ ഇനി ചെയ്യുന്നതിൽ എനിക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലാതെ അതിനെയും ഇതായിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു ഹ്യൂമറൊക്കെ അന്ന് അതില് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഒരു ഡയലോഗ്സ് ഒഴിവാക്കാന്നുള്ളതാണ്, അത് സിനിമ ഒഴിവാക്കാനുള്ള ശക്തിയായിട്ടില്ല.